വളരെയേറെ ആളുകൾ ആശങ്കാപൂർവ്വം കാത്തിരിക്കുന്ന ഒന്നാണ് ഇനി വരാൻ പോകുന്ന സെൻസസ്. ഇന്ത്യയിൽ സെൻസസ് എക്കാലവും 10 വർഷത്തിനൊരിക്കൽ നടന്നിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം 2011 ഏറ്റവും അവസാനത്തെ സെൻസസ് കഴിഞ്ഞത്. 2021 അടുത്ത സെൻസസ് നടക്കേണ്ടതായിരുന്നു. പക്ഷേ കോവിഡ് കാരണം അത് നീണ്ടുപോവുകയും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 2027 അടുത്ത സെൻസസ് 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഭാരതത്തിലെ ജനങ്ങൾ ആശങ്കാപൂർവ്വം ഈ സെൻസസിനെ നോക്കിക്കാണുന്നത്? ഈ സെൻസസിന് പല വിധത്തിലുള്ള പ്രാധാന്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 81ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം 2026 കഴിഞ്ഞ് നടക്കുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി നമ്മുടെ ലോക്സഭ രാജ്യസഭാ സീറ്റുകളൊക്കെ പുനഃസംഘടിപ്പിക്കുന്നത്. അപ്പോൾ 2026 ശേഷം യഥാർത്ഥമായി നടക്കേണ്ടിയിരുന്ന സെൻസസ് 2031 പക്ഷേ 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് 2027 നടക്കുമ്പോൾ ഭരണഘടന പ്രകാരം 2027 നടക്കുന്ന സെൻസസിൻ്റെ റിസൾട്ട് വെച്ചിട്ടുള്ള പോപ്പുലേഷൻ അനുസരിച്ച് നമ്മുടെ ലോക്സഭാ സീറ്റുകളൊക്കെ പുനർക്രമീകരിക്കപ്പെടും. അപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് സതേൺ സ്റ്റേറ്റുകളിലാണ്, അല്ലെങ്കിൽ പടിഞ്ഞാറൻ തെക്കൻ സംസ്ഥാനങ്ങളാണ്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ വികസനം നടന്നിരുന്നു, ഇപ്പോഴും നടക്കുന്നു. കൂടാതെ പോപ്പുലേഷൻ കൺട്രോൾ, ജനസംഖ്യാ നിയന്ത്രണം ഏറ്റവും നന്നായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം. കേരളത്തിലെ ജനസംഖ്യ വർധനവിൻ്റെ തോത് യൂറോപ്യൻ രാജ്യങ്ങളുടെ തുല്യമാണ്. പക്ഷേ അതേസമയം നമ്മൾ നോക്കിയാൽ രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, ബീഹാർ, ഒറീസ തുടങ്ങിയവയെല്ലാം ഇപ്പോഴും ജനസംഖ്യാ നിയന്ത്രണത്തിലൊന്നും ഒരു നിയന്ത്രണവും വരാതെ ഓരോ വർഷവും കോടിക്കണക്കിന് കുഞ്ഞുങ്ങളെ പുതുതായി നിർമ്മിച്ചു വിടുന്നു. ഓരോ വർഷവും ഉത്തർപ്രദേശ് മാത്രം ഒരു ഓസ്ട്രേലിയയിലുള്ള ആളുകളെ നിർമ്മിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ജനസംഖ്യ അടിസ്ഥാനത്തിൽ 2027 സെൻസസ് കഴിഞ്ഞു വരുന്ന ജനസംഖ്യ അടിസ്ഥാനത്തിൽ നമ്മുടെ ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കുമുള്ള സീറ്റുകളൊക്കെ പുനഃസംഘടിപ്പിക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു വർധനവ് ഈ സംസ്ഥാനങ്ങളിലേക്ക് മാറും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കൂടുതൽ ജനപ്രതിനിധികളുണ്ടാകുന്നതും ആ സംസ്ഥാനങ്ങൾ തന്നെയാണ്. പക്ഷേ കേരളം പോലുള്ള തെക്കൻ സംസ്ഥാനങ്ങൾ പലവിധ നിയന്ത്രണങ്ങളിലൂടെ ജനസംഖ്യ വർധനവിനെ പിടിച്ചു നിർത്തുകയും വികസനം സാധ്യമാക്കുകയും ചെയ്തിട്ടും നമുക്ക് നമ്മുടെ പോളിസികൾ നിർമ്മിക്കുന്ന സഭകളിലേക്കുള്ള പ്രാതിനിധ്യം കുറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? കൂടാതെ പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയ ശക്തി ഈ ജനസംഖ്യാ വർധനവിനെ തടഞ്ഞു നിർത്തി കൂടുതൽ വികസനം പ്രാപിച്ച സംസ്ഥാനങ്ങളിൽ നിന്നും അധികം വികസനം പ്രാപിക്കാത്ത ജനസംഖ്യാ വിസ്ഫോടനങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ആ പവർ സെൻറ്ററുകൾ മാറുകയും ചെയ്യും. അപ്പോൾ അതിനെ തുടർന്ന് വരുന്ന പോളിസി നിർമ്മാണങ്ങളിലും മറ്റും തെക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ തഴയപ്പെട്ടേക്കാം. അത് വളരെ ആശങ്കാപൂർവം നമ്മൾ നോക്കിക്കാണേണ്ടുന്ന ഒരു വസ്തുതയാണ്. അതുകൂടാതെ ഇത്തവണത്തെ സെൻസസിൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സെൻസസ് കൂടെയാണ്. രാജ്യത്ത് നിലവിലുള്ള എല്ലാ കാസ്റ്റിലെ ആളുകളെയും തരംതിരിച്ച് എടുക്കുന്ന ഒരു സെൻസസ് കൂടെയാണ്. അപ്പോൾ ജാതീയമായും റിലീജിയൻ ബേസും കാസ്റ്റ് ബേസും ഒക്കെ ഉള്ള ഡാറ്റ കളക്ഷൻ ഈ സെൻസസിൻ്റെ കൂടെ നടക്കും. അപ്പോൾ 50% റിസർവേഷനായി നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മറ്റും മാറ്റി വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ കാസ്റ്റ് വൈസ്ഡ് ആയിട്ടുള്ള ലിസ്റ്റുകളിലേക്ക് മാറ്റപ്പെട്ടാൽ പുതിയ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളിലും മറ്റും ഉൾപ്പെടുത്താനുള്ള ആവശ്യങ്ങൾ
രാജ്യത്തിൻ്റെ പല കോണിൽ നിന്നും ഉയരുകയും നമ്മുടെ 50% എന്നുള്ള റിസർവേഷൻ അനുപാതം ഒരുപക്ഷെ അതിൽ കൂടുതൽ ആക്കുവാനായി ആളുകൾ മുറവിളി കൂട്ടുകയും ചെയ്യാം. അപ്പോൾ പല രീതിയിലുള്ള ഇംപ്ലിക്കേഷൻസ് ഒക്കെ ഇനി വരാൻ പോകുന്ന സെൻസസ് നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ആർട്ടിക്കിൾ വായിക്കുകയും ചില ചിന്തകൾ മനസ്സിൽ വരികയും ചെയ്തപ്പോൾ ഒന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുക. താങ്ക് യു സോ മച്ച്.